അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, എന്താ ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞെന്നോ. അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിന് അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല. ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എൻ്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച 2 വ്യക്തികളായിരുന്നു, ഷാനിക്കയും സൈറയത്തെയും. പക്ഷെ എന്നോട് ഇങ്ങനൊന്നും കാണിക്കും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശിന് നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഷോ ചെയ്തത്. എനിക്ക് പൈസ തരാം, എൻ്റെ 35 lakhs എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 35 lakhs പുറത്ത് തന്നെ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവല്, ഇതെല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പൈസ, ക്യാമറ ടീമിൻ്റെ പൈസ, ഇതെല്ലാം ബൗൺസേഴ്സ്, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാമെന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു രൂപ പോലും തരത്തില്ല എന്നാണ് പറയുന്നവരിപ്പം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇത് ഭയങ്കര ഇച്ചിരി കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഞാനൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ആളെക്കുറിച്ചുള്ള ഷാൻ റഹ്മാൻ, അനുരാഗത്തിൻ വേളയിൽ, അതുപോലെ തന്നെ ഉയിരേ ഒരു ജന്മം, എന്താ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ കട്ട ഫാനാണ്. എൻ്റെ പ്ലേലിസ്റ്റിൽ സ്പോട്ടിഫൈയിൽ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതാണ്. സോ പാട്ട്, മറ്റുള്ള കാര്യങ്ങൾ, കല, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ഒക്കെ ആയിട്ടുള്ള കൂട്ടുകളിൽ ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല ഗാനങ്ങൾ ഇറക്കിയിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ്. ഭയങ്കരമായിട്ട് എനിക്ക് മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും സംഗീതത്തിനെ ഉപാസിക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മേലൊരു FIR, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരൊരു FIR വന്നിട്ടുണ്ട്. വിശദമായി വ്യക്തമായിട്ട് കുറേ അധികം വോയിസ് ക്ലിപ്പുകൾ, ശരിക്കും ദൈർഘ്യമുള്ള വോയിസ് ക്ലിപ്പുകൾ, കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അയാൾ കണ്ണുനീരോടുകൂടി ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യം, അയാൾക്ക് നഷ്ടപ്പെട്ട 38 ലക്ഷം രൂപയോളം രൂപ, ഇങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാരണം ഇതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ല ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ്, അഥവാ നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ഒരു വോയിസ് ആദ്യം ഒന്ന് നിങ്ങൾ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ബാക്കി വോയിസുകളൊക്കെ ഇതിനകത്ത് വച്ചേക്കാം. ഫസ്റ്റ് വോയിസ് നിങ്ങളൊന്ന് കേൾക്കുക. ഇതിന് ശേഷം നമുക്ക് ബാക്കി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. സൈറ ഒരു മെസ്സേജ് നിജുവിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അത് തൊഷിബയുടെ സൗത്ത് ഇന്ത്യയിലെ ഹെഡാണ്. അപ്പം പുള്ളി പറഞ്ഞത് AR റഹ്മാൻ ഷോ കഴിഞ്ഞിട്ട് പുള്ളി എല്ലാ ഷോസും കാണുന്ന ഒരാള്. പുള്ളിയുടെ ടീം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാർഡ് കോർ മ്യൂസിക് ലവേഴ്സാണ്. അപ്പൊ പുള്ളി പിന്നെ AR റഹ്മാൻ ഷോ, ഹാരിസ് ജയരാജ് ഷോ, വിദ്യാജിയുടെ ഷോ, MJ ചന്ദ്രൻ ഷോ, ഇത്രയും ഷോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഷോ കാണുന്നത്. പുള്ളി പറഞ്ഞ AR റഹ്മാൻ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത് ഇപ്പോഴാണ്. അത് വിഷ്വൽ വൈസ് ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും. ഞാൻ വേണമെങ്കിൽ ആ വോയിസ് നോട്ട് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്ത് തരാം. നിജു അവിടെ ഇരുന്ന് സങ്കടപ്പെടുമ്പോഴും ഇപ്പുറത്ത് നിജു ആയിരക്കണക്കിന് ആൾക്കാരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. നിജു അത് മാത്രം ആലോചിച്ചാൽ മതി. എനിക്കറിയാം നിജുവിന്റെ വിഷമം എന്താന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഈ ഒരൊറ്റ തോട്ട് മതി. നിജു അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഹാപ്പി ആയിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക നിജു ചെയ്ത വർക്ക് കണ്ടിട്ട്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സന്തോഷിപ്പിച്ച ആ വർക്ക് കണ്ടിട്ട് സങ്കടപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എന്ന് നിജു എന്ന് പറയുന്നൊരു പോർഷനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ് പ്രോഗ്രാം മൊത്തത്തിൽ പൈസ മുടക്കിയ ആൾ എന്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണം? അതാണല്ലോ ഒരു ബിഗ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അതിനൊരു വോയിസ് പ്ലേ ചെയ്യണം. അതിനു മുമ്പ് നമുക്കിതിൻ്റെ FIR എന്ന് വായിക്കാം. നിജു രാജാണ് ഇതിനകത്തുള്ള വിക്ടിം. ഓക്കെ, ഇതിനകത്തുള്ള വിക്ടിമ് ഉള്ളടക്കം ഇങ്ങനെയാണ്. പ്രതികൾ മീൻസ് പ്രതികൾ എന്ന് കൊടുത്തിരിക്കുന്നത് FIR-ലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് സൈറയുമാണ്. പ്രതികൾക്ക് ആവലാതിക്കാരനെ വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും സംഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നാം പ്രതിയുടെ എന്ന് പറയുമ്പോഴേക്കും ഷാൻ റഹ്മാൻ
ഉടമസ്ഥതയിലുള്ള ഇറ്റേണൽ റേ എന്ന മ്യൂസിക് ട്രൂപ്പിൻ്റെ ഉയരെ 2025 നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഉയരെ 2025 എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ യൂട്യൂബിനകത്തൊക്കെ ഭയങ്കരമായിട്ട് തരംഗമായിട്ടുണ്ടായിരുന്നു ആ സാധനം. ഭയങ്കരമായിട്ട് വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ, അഥവാ ഷാൻ റഹ്മാൻ്റെ ഒരു കൺസേർട്ട്, ആ ഒരു സാധനം. ഓക്കെ, ഉയരെ 2025 എന്ന പേരിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം 23/1/2025 തീയതി തേവര സ്കൂട്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തിക്കുന്നതിന് ഒന്ന് മുതൽ രണ്ട് പ്രതികളും കൂടി ചേർന്ന് 38 ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ബുക്ക് മൈ ഷോ വഴി തുക ലഭിക്കുന്ന മുറയ്ക്ക് തന്നുകൊള്ളാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് 25/1/2025 തീയതി പ്രോഗ്രാം നടത്തിയ ശേഷം കരാർ പറഞ്ഞ പണം നൽകാതെ ആവലാതിക്കാരന് അന്യായ നഷ്ടം വരുത്തി വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത കാര്യം. അതായത് ഷാൻ റഹ്മാനും അദ്ദേഹത്തിൻ്റെ വൈഫ് സൈറയും കൂടെ ഈ ആവലാതിക്കാരനായിട്ടുള്ള നിജു എന്ന് പറയുന്ന വ്യക്തിയെ ചതിച്ചു, വഞ്ചിച്ചു. അദ്ദേഹത്തിൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു FIR കിടക്കുന്നത്. FIR ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചേക്കാം. എന്താണ് വിശദമായിട്ട് കേൾക്കാം. കൊല്ലം ജില്ലാ നിർമ്മല തേവര സേക്രട്ട് കോളേജിലാണ് 25/1/2025 തീയതി ഉയരെ എന്ന മ്യൂസിക് പ്രോഗ്രാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്നെ ഷാൻ റഹ്മാനും ഭാര്യ സൈറ ഷാനും ചേർന്ന് 38 ലക്ഷം രൂപ ചതി ചെയ്ത കാര്യം പറയാൻ വന്നതാണ്. ഞാൻ അറോറ എന്റർടൈൻമെന്റ് എന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്നു. കൊല്ലം നെടുമ്പനയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഷാൻ റഹ്മാന്റെ ഭാര്യ സൈറ എൻ്റെ സുഹൃത്തായ നെവിൽ മുഖാന്തരം ഉയരെ ഷാൻ റഹ്മാൻ ലൈവ് എന്ന പേരിൽ ഒരു മ്യൂസിക് പരിപാടി തേവര സേക്രട്ട് കോളേജിൽ ആഗസ്റ്റ് മാസം നടത്തുന്നതിനായി 2024 ജൂലൈ മാസത്തിൽ എന്നെ സമീപിച്ചിരുന്നു. പരിപാടിയുമായി പ്രൊഡക്ഷൻ വർക്കുകൾക്കാണ് ആദ്യം അവർ എന്നെ സമീപിച്ചത്. എന്നാൽ അവർ പറഞ്ഞ സമയത്തിന് പരിപാടി നടന്നില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് പരിപാടി നടത്താൻ സാധിക്കാത്തത് എന്നാണ് അവർ പിന്നീട് പറഞ്ഞത്. 2024 നവംബർ മാസം ആദ്യത്തോടെ നെവിൽ എന്നെ വിളിച്ച് നേരത്തെ പറഞ്ഞ പരിപാടി 2025 ജനുവരി മാസത്തിൽ നടത്തുന്നതിന് അവർ തയ്യാറാണെന്ന് പറഞ്ഞു. അതുപ്രകാരം 2024 തീയതി നവംബർ 11 തീയതി ഷാൻ റഹ്മാൻ, സൈറ ഷാൻ, നെവിൽ തുടങ്ങിയവരുമായി ഷാൻ റഹ്മാന്റെ ഫ്ലാറ്റിൽ വെച്ച് ഞാനുമായി കൂടിയാലോചന നടത്തി ഈ പരിപാടിയുടെ പ്രൊഡക്ഷൻ വർക്കുകൾ എന്നെ ഏൽപ്പിച്ച് ധാരണയാവുകയും ചെയ്ത് സ്റ്റേജ്, സൗണ്ട്, LED വാൾ, സ്റ്റേജ്, പ്ലാറ്റ്ഫോം, വെന്യൂ ലേഔട്ട് തുടങ്ങിയ വർക്കുകളെല്ലാം എന്നെ ചുമതലപ്പെടുത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൈറ എന്നെ വിളിച്ച് പ്രോഗ്രാമിൽ ചേഞ്ചസ് ഉണ്ടെന്ന്, തീയതി മാറ്റിവെക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ നെവിലിനെ വിളിച്ച് കാരണം തിരക്കി. സ്പോൺസർഷിപ്പ് ആവാത്തതാണ് കാരണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പ്രൊഡക്ഷൻ വർക്കുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിനാൽ 25 ലക്ഷം രൂപയ്ക്ക് പരിപാടി ഞാൻ നടത്തിക്കൊള്ളാമെന്ന് നെവിലിനോട് നിർദ്ദേശിച്ചു. അയാൾ അത് ഷാൻ റഹ്മാനോട്, സൈറ ഷാനോട് ചർച്ച നടത്തുകയും അവർ സമ്മതം അറിയിച്ചതിനെ തുടർന്ന് ഞാൻ 2024 നവംബർ 26 തീയതി ഞാൻ ഷാൻ റഹ്മാന്റെ വീട്ടിൽ പോവുകയും ഷാൻ റഹ്മാനും ഭാര്യ സൈറയും നെവിലുമായി ചർച്ച ചെയ്യുകയും 25 ലക്ഷം ലാൻഡഡ് ഡീൽ പ്ലസ് പരിപാടിയുടെ 30% ലാഭവും അവർക്ക് ലഭിക്കണമെന്ന വ്യവസ്ഥയിൽ ഞാൻ പരിപാടി നടത്തുന്ന ധാരണയായി. ആ തീരുമാനങ്ങൾ നെവിൽ വാട്സാപ്പിൽ ഞങ്ങൾക്കും അവരുടെ സ്റ്റാഫായ നിമിഷയ്ക്കും അയച്ചു തന്നു. തുടർന്ന് 2024 ഡിസംബർ ആദ്യം സൈറ എന്നെ നേരിട്ട് വിളിക്കുകയും മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുകയും മിനിമം 35 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് തരാമെന്നും ലാഭത്തിന്റെ 40% വേണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ ചർച്ചയിലുണ്ടായ ധാരണ പ്രകാരം ഇറ്റേണൽ റേയുടെ ഉത്തരവാദിത്തമായ ഉയരെ ഷാൻ റഹ്മാൻ ലൈവ് 25 ലക്ഷം രൂപയ്ക്ക് അവർ പെർഫോം ചെയ്തു കൊള്ളാമെന്നും മിനിമം 35 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് അവർ സ്വന്തം നിലയിൽ കണ്ടെത്തി തന്നുകൊള്ളാമെന്നും അതിന്റെ മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ് സൈഡ് ഇറ്റേണൽ റേ ചെയ്തു കൊള്ളാമെന്നും ധാരണയാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കരാർ ഉണ്ടാക്കുകയാണ് ഞാൻ സൈറയോട് ആവശ്യപ്പെട്ട്. അതനുസരിച്ച് അവർ കരാർ തയ്യാറാക്കി അയച്ചു തരാമെന്ന് സമ്മതിച്ചു. എന്നാൽ അവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കരാർ വൈകിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, എന്നാലും മൊത്തത്തിൽ വായിക്കേണ്ടി വരുമോ? സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇത്ര രൂപ മുതൽ മുടക്കുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരിക്കുന്നു. അത് പറഞ്ഞു. അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. അവസാനത്തെ പോർഷൻ കൂടെ വായിക്കാം. എന്താ പറയുക, ബുക്ക് മൈ ഷോയിൽ നിന്നും പേയ്മെന്റ് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 6 തീയതി ഞാൻ സൈറ ഷാനെ വിളിച്ചപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് പ്രകാരം ഞാൻ സൈറയ്ക്ക് വാട്സാപ്പിലൂടെ പ്രൊഡക്ഷൻ കോസ്റ്റ് 38 ലക്ഷം രൂപയാണ് അയച്ചു കൊടുത്തു. തുടർന്ന് എനിക്ക് തരാൻ പൈസ ഇല്ലെന്നും എല്ലാം ചിലവായി പോയെന്നും എന്നോട് പറഞ്ഞു. തുടർന്ന് ഞാൻ ഷാൻ റഹ്മാനെ വിളിച്ച് പൈസ ചോദിച്ചപ്പോൾ ഇനി സൈറയെ വിളിക്കരുതെന്നും ഷാന്റെ സ്വഭാവം നിനക്ക് അറിയില്ലെന്നും ഹരാസ്മെന്റിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ വോയിസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ എന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്വർണം പണയപ്പെടുത്തിയും കടം വാങ്ങിയുമാണ് പരിപാടി
പരിപാടിക്ക് വേണ്ടി പണം മുടക്കിയത് എന്നെ ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി കരാർ കൃത്യമായി തരാതെയും ബുക്ക് മൈ ഷോയുടെ ലിങ്കുകൾ കൈവശപ്പെടുത്തിയും എന്നെ കൊണ്ട് പരിപാടിയുടെ ചിലവുകളെല്ലാം ചെയ്യിച്ച ശേഷം സൈറയും ഷാനും കൂടി എന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ഇവർ നമ്മുടെ FIR മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്, എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ. ഓക്കെ, അപ്പം ഇത് ഡേറ്റ് കൊച്ചി സിറ്റി 1/3/2025 ഓക്കെ. അപ്പം ഇനി നമുക്ക് ഒരു വലിയൊരു വോയിസ് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണി വോയിസാണ്, നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ഒരു ഭീഷണി വോയിസ്. അതിനു മുമ്പ് ഇതെന്താണ് ഈ ഉയരെ പ്രോഗ്രാമിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ കൂടെയുള്ള ഈ നിജുരാജ് എബ്രഹാം, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. ഇതിനകത്ത് മൊത്തം ഈ ഒരു ഉയരെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു അടപ്പുണ്ട്. ഓക്കെ, ഇതാ കാണുന്നുണ്ടല്ലോ അല്ലേ, ഹലോ കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം. ഈ ഒരു വലിയൊരു കോൺസെർട്ടാണ്, വലിയൊരു പ്രോഗ്രാമാണ് അത്. ഞാൻ ഭയങ്കരമായിട്ടത് കണ്ടു, ആ ഒരു സാധനത്തിൻ്റെ വീഡിയോസൊക്കെ പലയിടത്തും ഞാൻ കണ്ടു. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് പണം മുടക്കിയ ആളാണെന്ന് കരഞ്ഞുകൊണ്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ഷാൻ റഹ്മാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള പൈസ കൈവശപ്പെടുത്തുകയും അത് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്തു. നമ്മുടെ വിനീത് ശ്രീനിവാസനുണ്ട്, എത്രയോ ആർട്ടിസ്റ്റ്, വിനീത് ശ്രീനിവാസൊക്കെ ഇരിക്കണ്ടോ, ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഈ ഒരു വേറെ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇവർ കുറ്റക്കാരെന്നല്ല, ഷാൻ റഹ്മാനാണ് ഇതിൻ്റെ അകത്തുള്ള ആൾ, പക്ഷേ അദ്ദേഹം പൈസ കൊടുത്തിട്ടില്ല. ഇതാണ് സംഭവം. അപ്പം ഈ ഒരു സാധനം ഇതാണ് ഈ പറയുന്ന ഷാൻ റഹ്മാൻ്റെ ലൈവ് കോൺസെർട്ട് ഉയരെ കുടുംബസ്ഥിതി. ഓക്കെ, അപ്പോൾ നിജുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഓക്കെ, ഇദ്ദേഹത്തിനാണ് ഈ പേയ്മെൻറ്റ് കിട്ടാനുള്ളത്. പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവൻ്റ് ലൈവ് മ്യൂസിക് കോൺസേർട്ട് പ്രൊഡ്യൂസർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇവൻറ്റുകളും ലൈവ് മ്യൂസിക് കോൺസേർട്ടുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും പിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ പറയുന്ന ഉയരയുടെ പ്രോഗ്രാം സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, അത്രയും വലിയൊരു പ്രോഗ്രാം നടത്തിയ ഒരാളിന് ആ പൈസ കയ്യിൽ നിന്ന് പോയി. ഇനി നമുക്ക് നേരെ ഷാൻ റഹ്മാൻ്റെ ആ വോയിസ് കേൾക്കാം. നിജു, വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഗൈൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിണ്ണാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇറ്റ് ഡസൻ ഗെറ്റ് ഇൻ സൈഡ് യുവർ ഹെഡ്, യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, എന്താ ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞോ? അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിന് അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല. ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എൻ്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നുമല്ല ഇടണേ. ഇത് ഈ വോയിസ് നോട്ട് സേവ് ചെയ്ത് വെച്ചോ. നിനക്കിത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, നീ അയച്ചു കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല. ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല. ഇത്രയും എനിക്കിനി നീ വോയിസ് നോട്ടോ റിപ്ലൈയോ ഒന്നും അയക്കണ്ട. ഞാനത് കേൾക്കാനും പോകുന്നില്ല, ഞാനത് കാണാനും പോകുന്നില്ല. എനിക്ക് അതിനുള്ള താല്പര്യമില്ല. ഞാൻ വളരെ കാമായിട്ടാണ് പറയണത്. ഇനി സൈറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി. ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് ദ ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന്. പക്ഷെ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോൾ ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു നിജു, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യാൻ പോണത് കേട്ടോ.
ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം എൻ്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ ഡെയിലി വിളിച്ചിട്ട് ഇന്നലെ ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്ക്. നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അത് തന്നെയല്ലേ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതും ഇല്ല. നിന്റെ എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു. എങ്ങനെങ്കിലും അടുത്ത പ്രോജക്റ്റ് എങ്ങനെങ്കിലും നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എനിക്കിനി നിന്നെ കാണണ്ട, എനിക്കിനി നിന്റെ മുഖം കാണണ്ട. ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിൽ ഇനി വർക്ക് ചെയ്യാനും പോകുന്നില്ല, ERPയും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും രീതിയിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി സൈറോ നിനക്ക് പൈസ തരുന്ന ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട. കാരണം നിന്റെ സ്വഭാവം അതാണ്. നീ പറഞ്ഞ കാര്യം ഒരു രീതി ഞാൻ നിന്നോട് പ്രൊഡക്ഷന്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തനാണ് നീ. ഞാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഞാൻ വെള്ളം ആരോടാ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഇല്ലാത്തൊരു ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു. അത്രയും വിവരദോഷിയാണ് നീ, അത്രയും വിവരമില്ലാത്ത ഒരുത്തനാണ് നീ. ഇനി നീ സൈറക്ക് ഒരു തലവേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ നിജു ഞാൻ നിന്നോട് പറയാണ്. അപ്പോൾ ഈ ഒരു വോയിസിൻ്റെ അകത്ത് നിനക്ക് എന്നെ അറിയില്ല, ഇനി ഞാൻ എന്താണെന്നുള്ളത് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അഥവാ ഈ പൈസ മുടക്കിയ ആളെ അങ്ങോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഏതാണ്ട് 5 മിനിറ്റ് 12 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വോയിസാണ് നിങ്ങൾ കേട്ടത്. അപ്പം ആ ഒരു വോയിസിൻ്റെ അകത്ത് നിന്ന് ഷാൻ റഹ്മാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വിശ്വസിച്ച് പണം മുടക്കിയ ആളോട് പെരുമാറിയെന്ന് നിങ്ങൾ കേട്ടു. ഇനി നമ്മുടെ ഇതിനകത്ത് വിശദമായിട്ട് ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. അതായത് ഇവൻറ്റ് നടത്തിയ സമയത്തുള്ള എക്സ്പെൻസ് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പം ബുക്ക് മൈ ഷോയിലൂടെ അവർക്ക് ലഭിച്ച പൈസ അതിൻ്റെ കണക്കുകൾ കാര്യങ്ങൾ 39,27,890 രൂപയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെയുണ്ട്. പിന്നെ കാറ്റഗറി വൈസ് ഇതിനകത്തുള്ള പണം ലഭിച്ചതിൻ്റെ ഡീറ്റെയിൽസ്, ഇവൻറ്റിൻ്റെ അകത്ത് അത് ബുക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇത് ഇവൻറ്റിലേക്ക് വന്ന അതിൻ്റെ മൊത്തം പൈസയുടെ കണക്കുകൾ ഇതെല്ലാം ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇനി ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി സംസാരിക്കുന്ന ആ ഒരു വോയിസ് ഏതാണ്ട് നല്ല ലെങ്തിയായ വോയിസാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. കരഞ്ഞുകൊണ്ട് ആൾ സംസാരിക്കുന്നത്. ഹലോ ബ്രോ, ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒട്ടും ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒട്ടും ഓക്കെ അല്ല മൈൻഡ് ഇപ്പം. അതായത് വലിയൊരു ചതിയിൽ പോയി പെട്ടു എന്ന് തന്നെ പറയാം. ആ ഒരു പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുകയാണ് ചെയ്തത്. ഷാനിക്കായാലും ശരി സൈറയെത്തിയാലും ശരി രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം ഉയരെ 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പറയുന്നത്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അങ്ങൊരു ടോക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഷോ കഴിഞ്ഞപ്പം പൈസ തരാൻ നേരം പറയാം. എൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 lakhs ആയിരുന്നു. അത് കൂടാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. സൈറത്തെയും ഷാൻ റഹ്മാനൊക്കെ ചേർന്നിട്ട് എന്നെ കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ 1 രൂപ തരുന്നില്ല. ഓൾമോസ്റ്റ് നിലവിൽ ഒരു 38 lakhs എൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി ഈ നിമിഷം വരെ. അതെല്ലാം അക്കൗണ്ടിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. 1 രൂപ ക്യാഷ് ആയിട്ട് ചിലവാക്കിയിട്ടില്ല. എല്ലാം അക്കൗണ്ട് ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആക്ച്വലി നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻ റഹ്മാൻ്റെ ബാൻഡിൻ്റെ മാനേജർ ഉണ്ടായിരുന്നില്ല നെവിൽ, കീബോർഡിസ്റ്റ്. അവരുടെ ബാൻഡിൻ്റെ കീബോർഡിസ്റ്റ് നെവിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ഉണ്ടെന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ
ഞാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തത്. ഞാൻ അന്നേ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം ഒരു ഡിസ്കഷനിലൂടെ എനിക്ക് വർക്ക് കൺഫേം ആക്കുകയും നമുക്ക് ചെയ്യാനുള്ള തീരുമാനം വരികയും ചെയ്തു. അവരുടെ ഒരു പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് അവരുടെ ബാൻഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ലാൻഡ് ഡീൽ മീൻസ് അവരുടെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ചേർത്ത് അവരുടെ കോസ്റ്റ് 25 lakhs എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച ടിക്കറ്റിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരുടെ കോസ്റ്റ് 25 lakhs ആണ് ടോട്ടൽ വരുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്കൊരു 35 lakhs സ്പോൺസർഷിപ്പ് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത് ഇതിനകത്തോട്ട് കൊണ്ടുവരാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്ര വർഷം അവർക്ക് നഷ്ടം വരില്ല, പക്ഷേ നിൻ്റെ പൈസ തരാമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ടോട്ടൽ ഒരു 1 കോടി രൂപയുടെ ചെയ്യാനെടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ പൈസ എന്തായാലും നമ്മൾ തരാം, നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ആ ബുക്ക് മൈ പേയ്മെൻറ്റ് വരുമ്പോൾ ഉടനെ നിൻ്റെ 35 lakhs തരാമെന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിന് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ വാട്സപ്പിൽ നെവിൽ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് സ്പോൺഷിപ്പ് ആയിട്ടുണ്ട്, 35 lakhs സ്പോൺഷിപ്പ് ആയിക്കൊണ്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും, ഇനി പ്രൊഡക്ഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി, പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് മൈ ഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെൻറ്റ് വന്ന ഉടനെ തരാം എന്നുള്ള രീതിയിൽ. മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേയ്മെൻറ്റ് മൊത്തം പറഞ്ഞിരുന്നത്. അപ്പം അത് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയമായിരിക്കുമെന്നും മിനിമം 10,000 ക്രൗഡ് കയറും എന്നുള്ള രീതിയിൽ. അപ്പം എന്നെ കൂടെ നിർത്തി തന്നെ ചെയ്തു. ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാക്കുന്നു, നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടുണ്ട്, ഇനി ഇപ്പം നമുക്ക് ബാൻഡിനൊരു പ്രൊഡക്ഷൻ മാനേജർ വേണം, അത് നീ ആയാൽ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ഇൻക്ലൂഡ് ലാസ്റ്റ് വന്ന സ്പെഷ്യൽ എഫക്ട്സിന് മാത്രം എന്നെക്കൊണ്ട് 9 ലക്ഷം രൂപയുടെ പർച്ചേസിങ് മാത്രം ചെയ്യിപ്പിച്ചു. ഇത്രയും രൂപ ഞാൻ അറിഞ്ഞില്ല, എന്നെ പറ്റിക്കാനാണ് ഇതെല്ലാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച 2 വ്യക്തികളായിരുന്നു, ഷാനിക്കയും സൈറയത്തെയും. പക്ഷെ എന്നോട് ഇങ്ങനൊന്നും കാണിക്കും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശിൽ നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഷോ ചെയ്തത്. എനിക്ക് പൈസ തരാം, എൻ്റെ 35 lakhs ആണ് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 35 lakhs പുറത്ത് തന്നെ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവല്, ഇതെല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പൈസ, ക്യാമറ ടീമിൻ്റെ പൈസ, ഇതെല്ലാം ബൗൺസേഴ്സ്, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാമെന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം 1 രൂപ പോലും തരത്തില്ല എന്നാണ് പറയുന്നവരിപ്പം. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്ക് എന്തോ ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം. ചെറിയൊരു എമൗണ്ട് അല്ലേ ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ടും തകർത്ത് അവിടെ തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു, പ്രോപ്പർ എഗ്രിമെൻറ്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രോമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെൻറ്റ് ഞാൻ ഒരു വട്ടം ബാക്കൗട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ഇനി ചെയ്യുന്നില്ല, എഗ്രിമെൻറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ കൂട്ടത്തിലുള്ള നിമിഷനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ, നീ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കയെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ കരഞ്ഞു, ഷാനിക്ക അങ്ങനെ ഞാൻ ബാക്കൗട്ട് ചെയ്യുക, 1 രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അത് പറഞ്ഞ് 2 ദിവസത്തിനകം നിനക്ക് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. എന്നിട്ടും ആയില്ല. അങ്ങനെ വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിത്താറിസ്റ്റ് ആകാശിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഷാനിക്ക ഇനി ആയില്ല, ഞാൻ ബാക്കൗട്ട് ചെയ്യുമോ, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെൻറ്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
അത് പറഞ്ഞു. ഷാനിക്ക് പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. എറണാകുളത്തുനിന്ന് തേവരയിൽ ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറ എത്തിക്ക് മൈഗ്രെയിനാ, ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടെന്ന്. നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനോ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ, അന്ന് തന്നെ വിളിച്ചില്ല, പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിൻ്റെ ലാഭമായാലും നഷ്ടമായാലും നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാം എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. എന്നിട്ടിപ്പം ഷോ കഴിഞ്ഞു, ഭയങ്കര അഭിപ്രായം, ഭയങ്കര റിവ്യൂ. ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി, ഷാനിക്കയാലും സേറെത്തിയാലും എല്ലാവരും ഭയങ്കര ഹാപ്പി. എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല എല്ലാ രീതിയിലും നമ്മൾ നല്ലത് പറയുന്നു. പക്ഷേ ബുക്ക് മൈ ഷോൻ്റെ പേയ്മെൻറ്റ് വന്ന് ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചതിന് ശേഷം അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറി. എന്ത് പൈസ എൻ്റെ ചോദിച്ച ചോദ്യമാണ്, നിജു ഞാൻ എന്ത് പൈസ തരേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാനുണ്ടെന്ന് പറയാൻ പറയാം, നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് 2 മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത്. പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണിഞ്ഞത് രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുത്താൽ 19-ാം തീയതി തരാമെന്ന് പറഞ്ഞ് ഗ്രൗണ്ട് തന്നത് 22-ാം തീയതി. 4-5 ദിവസം ഡേ ഇൻ നൈറ്റ് 24 hours പണിയെടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് അത്രത്തോളം അവരെന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ആ രീതിയിലാണ് ഇവർ എന്നെ നശിപ്പിച്ച് ഇട്ടേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെൻറ്റ് ഞാൻ അവരോട് ചെയ്തില്ല. അവരെ വാക്കിനെ വിശ്വസിച്ചു. അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവരെ വാക്കിനെ വിശ്വസിച്ചു, കൂടെ നിന്നു. അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഷാനിക്കയാലും ശരി, സൈറയത്തായാലും ശരി, ഫുള്ള് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ചെയ്തു കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ എന്നോട് പറയുക പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല ബ്രോ എന്താ ചെയ്യണമെന്നുള്ളത്. 1 രൂപ പണിയെടുത്ത 1 രൂപ തന്നിട്ടില്ല. നിമിഷം വരെ 1 രൂപ തന്നിട്ടില്ല പണിയെടുത്ത്. ഓക്കെ, അദ്ദേഹം ഇവരെ വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ പുള്ളിക്കാരൻ നിന്ന് ചതിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെട്ടിട്ട് ചോദിച്ചിട്ട് നിനക്ക് അതിനകത്ത് കുറച്ച് പോപ്പുലാരിറ്റി കിട്ടിയില്ലേ, കുറച്ചധികം ആൾക്കാർ നിങ്ങളെ അറിഞ്ഞില്ലേ, ഒരു പബ്ലിസിറ്റി നിങ്ങളുടെ സ്ഥാപനത്തിന് അറിയത്തില്ലേ, നിങ്ങൾക്ക് ആർക്കറിയാം. തുടക്കത്തിൽ ചോദിച്ചത് ദുൽഖർ വരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. അതായത് ഈ ലിറ്ററലി ഈ വ്യക്തി നന്നായിട്ട്, ഈ നിജു എന്ന് പറയുന്ന വ്യക്തി ആൾ ചീറ്റ് ചെയ്യപ്പെട്ടു. ആ ചീറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക, അതിനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ വൈഫിനെ ശല്യം ചെയ്യരുത്, അല്ലെങ്കിൽ വൈഫിനോട് ചോദിക്കരുത്, സ്ട്രെസ് കൊടുക്കരുത് എന്നൊക്കെ പറയാം. പക്ഷേ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ട പൈസയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾ കിട്ടാതെ അവസാന നിമിഷം പുള്ളി ഇപ്പോൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് FIR ഇട്ടേക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ ഈ ചില കാര്യങ്ങൾ അടുത്തറിയുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ ഉടയും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ സിനിമകളുടെയൊക്കെ, അതായത് നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സിനിമകളൊന്നും അല്ല അദ്ദേഹം ചെയ്തിരിക്കുന്ന, വലിയ വലിയ സിനിമകളാണ്. മിന്നൽ മുരളി ചെയ്തത് ഇദ്ദേഹമാണ്. തട്ടത്തിൻ മുറയത്ത്, അഡാർ ലവ്, പിന്നെ ഗോധ, ഓം ശാന്തി ഓശാന, ജേക്കബിൻ്റെ സ്വർഗ്ഗരാജൻ, ലവ് ആക്ഷൻ ഡ്രാമ, അരവിന്ദൻ്റെ അതിഥികൾ, കിങ് ഓഫ് കൊത്ത, വടക്കൻ സെൽഫി, മിന്നൽ മുരളി, വർഷങ്ങൾക്ക് ശേഷം ഓക്കെ, ഇങ്ങനെ കുറേ അധികം ആടൊരു ഭീകര ജീവനെ കൊടുത്തിരിക്കുന്നു. ഇതിനകത്തൊക്കെ ഇതിപ്പം ഗൂഗിളിൽ കണ്ടതാണ്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ തന്നെ ആണോ എന്ന് അറിയത്തില്ല, എങ്കിൽ ആണ് എന്ന് വിശ്വസിക്കാം. ചിലപ്പോൾ ഇവർ തരുന്ന ഒരു മിസ്റ്റേക്സ് വരും. അപ്പോൾ ഇത്രയും വലിയ പ്രഗത്ഭനായിട്ടുള്ള സംഗീത സംവിധായകൻ, ഇത്രയും ആരാധകരുള്ള ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹം ഒരു 38 ലക്ഷം രൂപയ്ക്ക് ആ ഒരു വ്യക്തിയെ ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേസായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും മറ്റെന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയല്ല വേറൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സൈഡ്, അതർ സൈഡ്. ഇപ്പോൾ ഒരു സൈഡിൽ എല്ലാത്തിനും 2 വശമുണ്ട്. എന്നാൽ ഇത് FIR കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞത്. മറ്റൊരു വശം ഇനി എന്താണെന്നുള്ള കാര്യം കൂടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എന്തായാലും കേട്ട കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. എന്തായാലും ഇതിനകത്ത് ആരാണ് തെറ്റുകാരൻ?
തെറ്റ് ചെയ്തിട്ടുള്ള ആളിന് അതിൻ്റെ ശിക്ഷ ലഭിക്കണം. മറ്റേ വ്യക്തിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൈസ കിട്ടാനുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ആ പൈസ കിട്ടണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.